ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സൺഡേ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ ഒരധ്യാപകൻ പഠിപ്പിക്കുകയാണ്. കുട്ടികൾ ശ്രദ്ധയോടെ സൺഡേ സ്കൂൾ അധ്യാപകൻ്റെ ക്ലാസ് കേൾക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വേദഭാഗം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും ഈ ഉപമ പ്രതിപാദിക്കുന്നുവെന്ന് അധ്യാപകൻ പറഞ്ഞു. മനോഹരമായി അധ്യാപകൻ വിതയ്ക്കുന്നവൻ്റെ ഉപമ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. വിതയ്ക്കുവാൻ വിതയ്ക്കുന്നവൻ പുറപ്പെടുന്നു. അദ്ദേഹം വിത്ത് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. വഴിയരികെ വീണത് പക്ഷികൾ കൊണ്ടുപോയി. മറ്റ് ചിലത് പാറപ്പുറത്ത് വീണു. പാറപ്പുറത്ത് മണ്ണ് കുറവായിരുന്നതുകൊണ്ട് പെട്ടെന്ന് മുളച്ചു വന്നു, പക്ഷേ വെയിൽ വന്നപ്പോൾ വാടിപ്പോയി. ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളിനിടയിൽ വീണത് വളർന്നു വന്നപ്പോൾ മുള്ളും കൂടി വളർന്നു വന്നു, വിത്തിനെ ഞെരുക്കിക്കളഞ്ഞു. അതേസമയം നല്ല നിലത്ത് വീണത് 30, 60, 100 മേനി ഫലം തന്നു. അധ്യാപകർ ഇത് മനോഹരമായി വിവരിച്ചു. പക്ഷേ ഒരാൺകുട്ടി ഇരുന്ന് ചിരിക്കുകയാണ്. അവൻ ചിരിക്കുന്നത് കണ്ട് അധ്യാപകൻ ചോദിച്ചു, എന്നാടാ ചിരിക്കുന്നത്? പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. അവൻ വീണ്ടും ചിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകൻ വീണ്ടും ചോദിച്ചു, എന്താടാ ചിരിക്കുന്നത്? അപ്പോൾ കുട്ടി പറഞ്ഞ മറുപടി, ഇതാരുടെ കുഴപ്പമാണ്? ഈ വിതയ്ക്കുന്നവൻ വഴിയരികയിലും പാറപ്പുറത്തും മുള്ളിനിടയിലും കൊണ്ട് വിതച്ചതുകൊണ്ടല്ലേ അതൊക്കെ നശിച്ചു പോയത്? നല്ല നിലത്ത് വിതയ്ക്കുക എന്നത് വിതയ്ക്കുന്നവൻ്റെ ചുമതലയല്ലേ? അതോർത്ത് ചിരിച്ചു പോയതാണെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, പെന്തിക്കോസ്തിക്ക് ശേഷം 8ാമത്തെ ഞായറാഴ്ച, ഇന്നത്തെ വേദവായന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വേദഭാഗം, കർത്താവ് പറഞ്ഞ വിതയ്ക്കുന്നവൻ്റെ ഉപമ. യഥാർത്ഥത്തിൽ ഞാൻ സൺഡേ സ്കൂൾ കുട്ടിയുടെ ഈ ഉപമയെക്കുറിച്ചുള്ള വീക്ഷണം ഓർമ്മിപ്പിച്ചുവല്ലോ. ഇത് സൺഡേ സ്കൂൾ കുട്ടിയുടെ ചിരി മാത്രമല്ല. ഈ ഉപമയെ വ്യാഖ്യാനിച്ചവർ, പ്രത്യേകിച്ച് ദ ഹിസ്റ്ററി ഓഫ് ദി ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദി പാരബിൾ ഓഫ് ദി സോവർ, വിതയ്ക്കുന്നവൻ്റെ ഉപമയുടെ വ്യാഖ്യാനത്തിൻ്റെ ചരിത്രം വായിച്ചാൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ള അനേകം മനുഷ്യരുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ഉപമകൾ, അതിൻ്റെ അർത്ഥതലം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? പിതാവായ ഒറിഗൻ പറയുന്നു, എല്ലാ ഉപമയ്ക്കും ഒരാക്ഷരീയ അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഒരു മോറൽ മീനിങ് ഉണ്ട്. ദർ ഈസ് എ ലിറ്ററൽ മീനിങ്, എ മോറൽ മീനിങ് ആൻഡ് എ സ്പിരിച്വൽ മീനിങ്. ഉപമകൾക്ക് ആക്ഷരീയ അർത്ഥമുണ്ട്, അതിനൊരു സാൻമാർഗിക അർത്ഥതലമുണ്ട്, അതുപോലെ തന്നെ ഒരു ആധ്യാത്മിക അർത്ഥതലമുണ്ട്. ഈ അർത്ഥതലങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് ഉപമയുടെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. അത്ഭുതത്തിലൂടെ, ഉപമകളിലൂടെ, പ്രബോധനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ മർമ്മം യേശുക്രിസ്തു സംവേദിപ്പിച്ചു. എന്നാൽ അതിൻ്റെ അർത്ഥം ഇന്ന് ആധുനിക ലോകത്തിനും വ്യാഖ്യാതാക്കൾക്ക് മനസ്സിലാകാതെ വരുന്നു എന്നത് ആത്മീയ ജീവിതത്തിൻ്റെയും വേദപുസ്തക പഠനത്തിൻ്റെയും ഒരപജയമായി പരിണമിച്ചിരിക്കുകയാണ്. പലരും, പ്രത്യേകിച്ച് മിഡിൽ ഏജസിൽ 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ ഒരു വ്യാഖ്യാന തലമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. എന്നാൽ അതിനുശേഷം റിനൈസൻസിന് ശേഷം, നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം, ഈ ആധുനിക കാലഘട്ടം വരെ ദ ക്വസ്റ്റ് ഫോർ ഹിസ്റ്റോറിക് ജീസസ്, ചരിത്രത്തിൽ ജീവിച്ചിരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഉപമകളുടെയും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളുടെയും വ്യാഖ്യാന തലങ്ങൾ വല്ലാതെ മാറിപ്പോയി. അതിൻ്റെ പരിണിത ഫലമാണ് ചിലരൊക്കെ പറയുന്നു, ഈ ഉപമയ്ക്ക് ഒരു യുക്തിയില്ല. വിത്തിൻ്റെയും വിതയ്ക്കുന്നവൻ്റെയും രീതി അനുസരിച്ച് ചിന്തിച്ചാൽ ഉപമയ്ക്ക് യുക്തിരാഹിത്യമുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ആധുനിക കൃഷി രീതികൾ, ഹോർട്ടിക്കൾച്ചറും അതുപോലെ തന്നെ നാച്ചുറൽ ഫാമിംഗ് സിസ്റ്റവും അതുപോലെ ഹൈബ്രിഡ് ഫാമിംഗ് സിസ്റ്റവും ഒക്കെ വളർന്നു വന്നപ്പോൾ വിത്തിൻ്റെ ഗുണമനുസരിച്ചായിരിക്കും വിളവ് ലഭിക്കുന്നത്. നിലത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച്, മണ്ണിൻ്റെ പ്രകൃതി അനുസരിച്ചായിരിക്കും വിളവ് ലഭിക്കുന്നത്. അങ്ങനെ കൃഷിരീതികളുടെ ആധുനികതയിൽ സത്യത്തിൽ ഈ ഉപമയുടെ അർത്ഥതലത്തിൽ അതിൻ്റെ വ്യാഖ്യാന അർത്ഥതലത്തിൽ യുക്തിരാഹിത്യം തോന്നിയേക്കാം.
എന്നാൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് എന്താണ്? പിതാവായ ഒറിഗൻ പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. ആക്ഷരീക അർത്ഥതലത്തിലും ആത്മീയ അർത്ഥതലത്തിലും അതിൻ്റെ സാൻമാർഗിക അർത്ഥതലത്തിലും ചിന്തിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ഈ ഉപമ പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണ്? ഈ ഉപമ പറഞ്ഞത് ദൈവരാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ദൈവരാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഉപമ പറഞ്ഞപ്പോൾ കൃഷിയുടെ പശ്ചാത്തലത്തെക്കാളുപരി ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിലും പ്രബോധനത്തിൻ്റെ അർത്ഥതലത്തിലും ഈ ഉപമയെ വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാ കാലങ്ങളിലും സാരമായ സന്ദേശം ഈ ഉപമയിൽ നിന്ന് നമുക്ക് ലഭിക്കും. യേശു ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നു. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണത്തിൽ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ കർത്താവ് ഈ ഉപമയുടെ വ്യാഖ്യാനം, ആദ്യം ഉപമ പറഞ്ഞു, പിന്നെ പന്തിരുവരോട് ഉപമയുടെ വ്യാഖ്യാനം പറയുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ ഉപമ വ്യാഖ്യാനിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഉപമ വ്യാഖ്യാനിക്കുന്നത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുന്നില്ല, അതുപോലെ തന്നെ പറയുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുന്നില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. ഇത് യെശയ്യാ പ്രവാചകൻ നടത്തുന്ന ദൈവ ശബ്ദത്തിന് മനം തിരിയുന്ന ഇസ്രായേൽക്കാരെ കുറിച്ചുള്ള യെശയ്യാ പ്രവാചകന്റെ ശക്തമായ പ്രവചനമാണ്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും യഹൂദജനം ദൈവരാജ്യത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കുന്നില്ല. കേൾക്കുന്നുവെങ്കിലും അവർ ഗ്രഹിക്കുന്നില്ല, കാണുന്നുവെങ്കിലും മനസ്സിലാക്കുന്നില്ല. അവരുടെ കണ്ണ് അന്ധമായി പോകുന്നു, അവരുടെ ചെവി മന്ദിച്ചു പോകുന്നു, അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യേശു ക്രിസ്തു വിതയ്ക്കുന്നവൻ്റെ ഉപമ പ്രസ്താവിച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന മനോഹരമായ 3 അർത്ഥതലങ്ങൾ ഈ ഉപമയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ഉപമയ്ക്കുണ്ട്. 3 ചെറിയ വാക്കുകളിലൂടെ അത് ഞാൻ വിവരിക്കട്ടെ. നല്ല നിലം, നല്ല ശ്രദ്ധ, നല്ല ഫലം. ഒന്നാമത് ഞാൻ പറഞ്ഞു നല്ല നിലം, രണ്ടാമത് ഓർമ്മിപ്പിച്ചു നല്ല ശ്രദ്ധ, മൂന്നാമത്തേത് നല്ല ഫലം. നിലവും ശ്രദ്ധയും ഫലവും ഒരുമിച്ച് കൂടുന്ന ദൈവരാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു വിവരിച്ച മനോഹര ഉപമയാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമ. എന്താണ് നല്ല നിലം? നല്ല നിലം എന്താണെന്ന് പഠിക്കണമെങ്കിൽ നല്ല നിലമല്ലാത്ത 3 സ്ഥലങ്ങളെക്കുറിച്ച് യേശുക്രിസ്തുവിടെ പ്രതിപാദിക്കുന്നു. വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെടുന്നു. വിത്ത് വിതയ്ക്കുമ്പോൾ 3 അരുതാത്ത സ്ഥലങ്ങളിൽ അത് വീഴുന്നു. 1 വഴിയരികിൽ, 2 പാറപ്പുറത്ത്, 3 മുള്ളുകളുടെ ഇടയിൽ. ആക്ഷരീക അർത്ഥതലത്തിൽ ഈ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലസ്തീൻ നാട്ടിലെ കൃഷിസ്ഥലവും ഇന്ന് നമുക്ക് പരിചിതമായിരിക്കുന്ന കൃഷിസ്ഥലവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ മനസ്സിൽ നെല്ല് വിളയുന്ന വയലുകൾ, ആ വയലുകളിൽ വിതയ്ക്കുന്ന സമയത്ത് വഴിയരികിലോ പാറപ്പുറത്തോ മുള്ളിനിടയിലോ വീഴുവാൻ സാധ്യതയില്ല. എന്നാൽ പലസ്തീൻ നാട്ടിലെ കൃഷിസ്ഥലം അങ്ങനെയല്ല. ഒരു ബൃഹത്തായ വിശാലമായ കൃഷിസ്ഥലം. ആ കൃഷിസ്ഥലങ്ങളിൽ നിന്ന് ചന്തസ്ഥലങ്ങളിലേക്ക് വഴികളുണ്ട്. അതുകൊണ്ട് കൃഷിസ്ഥലത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കൃഷിസ്ഥലങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന വഴികൾ. അതുപോലെ തന്നെ കൃഷിസ്ഥലം വളരെ വിശാലമായ സ്ഥലമായതുകൊണ്ട് അവിടെ ഉഴുതു മറിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ കൃഷിക്കാരൻ ഒരുക്കുന്ന സമയത്ത് അവൻ്റെ ഉഴുന്ന സാഹചര്യം, അല്ലെ അവൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ കിളയ്ക്കുന്ന, അവൻ്റെ കിള എത്താത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ മുള്ളുകളുടെ വിത്തുകൾ കിടക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് മണ്ണില്ലാത്ത ചില പാറസ്ഥലങ്ങളുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ
സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു പശ്ചാത്തലവും ഈ പലസ്തീൻ നാട്ടിലെ കൃഷിയെക്കുറിച്ചുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ റോമാക്കാരെ ഇസ്രായേലിനെ ഭരിക്കുകയാണ്, ഇസ്രായേലിനെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ്. റോമൻ ഭരണാധികാരികളുടെ കൈവശമാണ് യഥാർത്ഥത്തിൽ നല്ല നിലങ്ങൾ ഭൂരിപക്ഷവും. പാറ പിടിച്ചതും മുള്ളു നിറഞ്ഞതുമായ അത്രയ്ക്ക് ഫലം നൽകാത്ത കൃഷിസ്ഥലമാണ് സാധാരണക്കാരായ കൃഷിക്കാർക്ക് വേണ്ടി അവർക്ക് കൃഷി ചെയ്യുവാൻ കിട്ടുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശ്രോതാക്കൾ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരായ കൃഷിക്കാരാണ്. അവർ നടത്തുന്ന കൃഷിയിൽ നിന്ന് അതിൻ്റെ ബഹുഭൂരിപക്ഷവും ടാക്സ് ആയിട്ടും കപ്പമായിട്ടും ട്രിബ്യൂട്ടായിട്ടും അതുപോലെ തന്നെ യെരൂശലേം ദേവാലയത്തെ അധികാരികൾക്ക് വഴിപാടായിട്ടുമൊക്കെ ഇവരുടെ കൃഷിയുടെ ഫലം പോകുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കൃഷിക്കാരുടെ നിലം അവരെ വിതയ്ക്കുവാൻ പോകുമ്പോൾ വഴിയരികിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുള്ളിനിടയിൽ വീഴുവാൻ സാധ്യതയുണ്ട്. മണ്ണില്ലാത്ത പാറ സ്ഥലത്ത് വീഴുവാനും സാധ്യതയുണ്ട്. ഈ പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു വിതയ്ക്കുന്നവൻ്റെ ഉപമ പറയുമ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ കാണുന്ന കൃഷിസ്ഥലം. നമ്മുടെ നെല്ല് വിളയുന്ന വയല് പോലെയല്ല. അവിടെ ഒരിക്കലും ഈ കുട്ടി സൺഡേ സ്കൂൾ കുട്ടി ഇരുന്ന് ചിരിക്കുന്ന ഈ ഉപമയ്ക്ക് അർത്ഥമില്ല എന്ന് പറയുന്ന വ്യാഖ്യാതാക്കളുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തം. കാരണം അന്നത്തെ സാഹചര്യത്തിൽ വിതയ്ക്കുന്നവൻ ആ കൃഷിസ്ഥലത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിതയ്ക്കുവാൻ പുറപ്പെടുമ്പോൾ അത് വഴിയരികിൽ വീഴുവാനും പാറസ്ഥലത്ത് വീഴുവാനും മുള്ളിനിടയിൽ വീഴുവാനും സാധ്യതയുണ്ട്. പിതാവായ ഒറിഗൻ ഈ വേദഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് വിത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷിക്കാരൻ്റെയും ഉപമയല്ല, മറിച്ച് ഇത് മണ്ണിൻ്റെ നല്ല മണ്ണിനെ കുറിച്ചുള്ള ഉപമയാണ്. അദ്ദേഹം പറയുന്നു ഇത് വചനം സ്വീകരിക്കുന്ന വ്യത്യസ്ത മാനസികാവസ്ഥയുള്ള മനുഷ്യരെ കുറിച്ചുള്ള ഉപമയാണ്. അതുപോലെ തന്നെ ഇത് മണ്ണിൻ്റെ ഉപമയാണ്. മണ്ണിൻ്റെ ഉപമ എന്ന ഒരു വ്യാഖ്യാനം പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ അവരുടെ അലിഗോറിക്കൽ ഇൻ്റർപ്രട്ടേഷനിൽ വളരെ ശക്തമാണ്. പിതാവായ ജോൺ ക്രിസോസ്റ്റം, സ്വർണ്ണ നവുകാരനായ മോർ ഈവാനിയോസും ഇതിനെ മണ്ണിൻ്റെ ഉപമയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നല്ല നിലത്തിന് വിരുദ്ധമായി നിൽക്കുന്ന 3 സ്ഥലങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചു. ഒന്ന്, വഴിയരികെ. കാരണം ഈ വഴി പ്രതിനിധാനം ചെയ്യുന്നത് അത് കർഷകൻ്റെ സർവ്വ കൃഷിയുടെ ഫലവും അത് കൊണ്ടുപോകുന്നത് ചൂഷണം ചെയ്യുന്നത് അധികാരവർഗമാണ്. അതുകൊണ്ടാണ് പക്ഷികൾ വന്ന് വിഴുങ്ങിക്കളഞ്ഞു വഴിയരികിൽ വീണത്. ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് കൃഷിയുടെ ഫലങ്ങൾ അല്ലെങ്കിൽ ഈ അധ്വാനത്തിൻ്റെ പല ഫലവും അധികാരികളും സാമൂഹിക ക്രമീകരണത്തിൽ നേതൃത്വത്തിൽ ഇരിക്കുന്നവരും കൊണ്ടുപോവുകയാണ്. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്ന സാധാരണ കർഷകനെ പ്രയോജനം ലഭിക്കുന്നില്ല. ഇതൊരു വ്യാഖ്യാനതലം. എന്നാൽ അല്പം കൂടെ അർത്ഥപുഷ്ടിയുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് പിതാവായ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ഒരു മനുഷ്യൻ്റെ മനസ്സ് അവൻ ആധ്യാത്മികതയ്ക്ക് വിവിധ വഴികളുണ്ട്. ചില ആളുകൾ ആത്മീയതയെ കാണുന്നത് ജീവിതത്തിൻ്റെ പല വഴിയിൽ ഒരു വഴി മാത്രം. അതുകൊണ്ടാണ് വഴിയരികിൽ ദൈവവചനമാകുന്ന വിത്തുകൾ വീഴുന്നു. നിസ്സംഗമായി അതിനെ ശ്രദ്ധിക്കാതെ ദൈവവചനത്തെ സ്വീകരിക്കുന്നുവെങ്കിലും അതിനെ ശ്രദ്ധിക്കാതെ അത് കേവലം ഒരു വഴി മാത്രമായി കാണുന്ന മനുഷ്യ മനസ്സുകൾ, അങ്ങനെയുള്ള നിലങ്ങൾ, അവിടെയാണ് പൈശാചിക പ്രലോഭനം പെട്ടെന്ന് വരും. ആ പൈശാചിക പ്രലോഭനത്തിൽ ഈ വീണ ദൈവവചനം, സ്വീകരിച്ച ദൈവവചനം പക്ഷികൾ കൊണ്ടുപോകും. റോമാക്കാരുടെ അധികാരത്തിൻ്റെ ചിഹ്നം കഴുകനാണ്. കഴുകൻ വിഴുങ്ങുന്നു, അധികാരികൾ കൊണ്ടുപോകുന്നു ഒരു വശത്തെ. രണ്ടാമത്തേത് പൈശാചിക പ്രലോഭനങ്ങൾ ഈ വഴിയരികിൽ വീഴുന്ന വിത്തിനെ കൊണ്ടുപോകുന്നു. പിതാവായ ജോൺ ക്രിസോസ്റ്റം പറയുന്ന മനോഹരമായൊരു വ്യാഖ്യാനം ഇതിനോട് ചേർത്ത് പറയട്ടെ. അദ്ദേഹം പറയുന്നു, പല വഴിയെ പോകരുത്. വചനം സ്വീകരിക്കുന്നത് ഒരു വഴിയിൽ മാത്രം. ഏതാണ് ആ വഴി? അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു, യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പൗലോസ്ലീഹായുടെ ഉപയോഗമുണ്ട്, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ.
യഥാർത്ഥത്തിൽ ദൈവവചനം സ്വീകരിച്ച് ആ ദൈവവചനം പരിപാലിക്കപ്പെട്ട ആധ്യാത്മികതയിൽ വളരണമെങ്കിൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവാകുന്ന ഏക വഴിയിൽ സഞ്ചരിക്കണം. അതാണ് ദൈവരാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലെ വചന സ്വീകരണത്തിൻ്റെ പ്രഥമ വഴി, നല്ല വഴി. എന്നാൽ ബിസൈഡ്സ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു കൂടാതെയുള്ള വഴികൾ, അതാണ് വേദവിപരീതവും തിന്മയുടെ ഉപദേശങ്ങളും. അതുപോലെ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം, പലപ്പോഴും ആത്മീക ജീവിതം അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സോ കോൾഡ് പ്രോസ്പെരിറ്റി ഗോസ്പലുമൊക്കെ പല വഴികളുടെ ദൃഷ്ടാന്തങ്ങളാണ്, വഴിയരികിൽ വീണ വിത്തുകളുടെ സാദൃശ്യങ്ങളാണ്. എന്നാൽ ക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകരിച്ച് ആത്മീക ജീവിതത്തിൽ യേശു ക്രിസ്തുവാണ് യഥാർത്ഥ വഴിയെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോഴാണ് നല്ല നിലമായി പരിണമിക്കുന്നത്. രണ്ടാമത്, പാറപ്പുറത്ത് മണ്ണില്ലാത്ത സ്ഥലം. അവിടെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന രണ്ട് വശങ്ങളുണ്ട്. പാറയുടെ കാഠിന്യവും വേരില്ലാത്ത അവസ്ഥയും, റോക്കിനെസ് ആൻഡ് റൂട്ട്ലെസ്നെസ്. ഇതാണ് പിതാക്കന്മാർ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള രണ്ട് വിശേഷണങ്ങൾ. തിരുവചനം സ്വീകരിക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ പ്രബോധനം സ്വീകരിക്കുന്നു, കണ്ണുകൊണ്ട് കണ്ടിട്ടും മനസ്സിലാകുന്നില്ല, ഹൃദയത്തിൽ ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം കഠിനപ്പെട്ട ഹൃദയമാണ്. ഈ പൈശാചികയുടെ പ്രതീകമായി ഇസ്രായേൽക്കാരെ അടിമയാക്കിയ ഫറവോനെ കുറിച്ച് സുറിയാനി പാരമ്പര്യത്തിൽ പറയും. ആരാണ് ഫറവോൻ? കഠിന ഹൃദയമുള്ളവൻ, ദൈവശബ്ദം ഗ്രഹിക്കുവാൻ സാധിക്കാത്തവൻ, ദൈവജനത്തെ ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെടുവാൻ അനുവാദം കൊടുക്കാത്തവൻ, പിശാച്. എപ്പോഴും ക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ആഘാതമായി നിലകൊള്ളുന്നത് പൈശാചികമായ അല്ലെങ്കിൽ കഠിന ഹൃദയവും വേരില്ലാത്ത, ആധ്യാത്മികതയിൽ ആഴമില്ലാത്ത ജീവിത സാഹചര്യങ്ങളുമാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്നും ആത്മീക ജീവിതത്തിൻ്റെ ആധുനിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ചിന്തകൾ, നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികത എന്ന് പറയുന്നതും ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നതും ആഴമായ അനുഭവങ്ങളില്ലാതെ നശിച്ചു പോകുമ്പോൾ അതിന് നിലനിൽപ്പില്ലാതെ വരും. അതാണ് യഥാർത്ഥത്തിൽ പാറപ്പുറത്തെ കഠിന ഹൃദയത്തിൻ്റെയും വേരില്ലാത്തതിൻ്റെയും അവസ്ഥ. അതുകൊണ്ടാണ് വെയിലടിക്കുമ്പോൾ ജീവിതത്തിൽ ദുരിതങ്ങളോ പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ, ആദിമസഭയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ പീഡനങ്ങളും ഉപദ്രവങ്ങളും, അതാണ് യേശു ക്രിസ്തു വ്യാഖ്യാനിക്കുന്നത്. പീഡനങ്ങളും ഉപദ്രവങ്ങളും വരുമ്പോൾ വാടിപ്പോകും. കാരണം വിശ്വാസത്തിനാഴമില്ല. മൂന്നാമത്തേതെന്ന് പറയുന്നത്, അത് പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമാണ്. മുള്ളുകളുടെ ഇടയിൽ വീഴുന്നു എന്ന് വെച്ചാൽ ഒരുക്കപ്പെടാത്ത നിലത്തിലേക്ക് ഈ വിതയ്ക്കപ്പെടുന്ന വിത്ത് ചെല്ലും. അവിടെ മുള്ളിൻ്റെ വിത്ത് കിടപ്പുണ്ട്. മുള്ളിൻ്റെ വിത്ത് അത് വീഡ്സ് ആണ്, അത് കളകളാണ്. അത് വിത്തിനേക്കാളും ശക്തിയിൽ അഗ്രികൾച്ചറൽ സയൻസിൽ പറയുന്നത് വിത്ത് വളരുന്നതിൻ്റെ 4 ഇരട്ടി ശക്തിയിൽ കള വളരും. ഈ വിത്തും കളയും യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. കള വളരുന്നു, മുള്ളുകൾ വളരുന്നു, വിത്തിനെ ഞെരുക്കിക്കളയുന്നു. എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? പ്രത്യേകിച്ച് യെരമ്യ പ്രവചനത്തിൽ പറയുന്നുണ്ട്, കിളയ്ക്കാത്ത, ഉഴുത് ഭംഗിയാക്കാത്ത നിലത്ത് മുള്ളുകൾ വളരും. മുള്ളുകൾ ശത്രുക്കളാണ്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്, മുള്ളുകൾ കൂട്ടിവയ്ക്കുന്നു, അതിൻ്റെ അവസാനം അഗ്നിയാണ്. എന്താണ് സഹോദരങ്ങളെ? റോമാക്കാരെ ശത്രുക്കളായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ആ ഒരു വ്യാഖ്യാന തലം ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥതലമെന്ന് പറയുന്നത്, ഹൃദയമാകുന്ന അല്ലെങ്കിൽ വചനം സ്വീകരിക്കുന്ന മനസ്സിൽ പ്രതിദിനം കാർഷിക ക്രമീകരണങ്ങൾ, പരിചരണങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ മുള്ളുകൾ വളരും. നമ്മുടെ പ്രതിദിന പ്രാർത്ഥന, നോയമ്പാചരണം, ഉപവാസം, വിശുദ്ധ കൂദാശകളുടെ സ്വീകരണം, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അനുഭവമൊക്കെ മുള്ളുകളെ മാറ്റി
നല്ല നിലമാക്കി ഈ ഹൃദയത്തെ വ്യതിയാനപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ്. പിതാവായ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, പാറകൾ പൊടിയണം, മുള്ളുകൾ നീക്കപ്പെടണം, വ്യതിയാനം വരുത്തേണ്ടത് മനസ്സാകുന്ന മണ്ണിനാണ്. മനസ്സാകുന്ന മണ്ണിന് വ്യതിയാനം വന്നാലേ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒന്നാമത്തേത്, ഈ ഉപമ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ആശയം, നല്ല നിലം. അത് വഴിയരികിലാകരുത്, പാറപ്പുറത്താകരുത്, മുള്ളിനിടയിലാകരുത്. മറിച്ച് ഈ സാഹചര്യങ്ങളെ മാറ്റി പരിചരണത്തിലൂടെ, ക്രമമായ ആത്മീക നിഷ്ഠയിലൂടെ മനസ്സാകുന്ന മണ്ണിനെ നല്ല നിലമാക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത്, നല്ല ശ്രദ്ധ. അതാണ് യഥാർത്ഥത്തിൽ, നല്ല ശ്രദ്ധയാണ് യഥാർത്ഥത്തിൽ തിരുവചനം സ്വീകരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ വലിയ ഗുണം. ഇതിനെക്കുറിച്ച്, ഈ ഉപമയെക്കുറിച്ച് പറയുന്നത്, ഇതൊരു ശ്രദ്ധയുടെ ഉപമയാണ്, നല്ല ശ്രോതാവിനെ കുറിച്ചുള്ള ഉപമയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, ദൈവവചനം നന്നായി ശ്രദ്ധിക്കുവാൻ, അത് നന്നായി പരിചരിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളെ, മാമോദീസായിലൂടെ നാം ദൈവത്തിൻ്റെ മക്കളായി, നിത്യജീവൻ്റെ അവകാശികളായി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. ആ ലഭിച്ചിരിക്കുന്ന ആത്മീക കൃപയെ ശ്രദ്ധയോടെ പരിചരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ അർത്ഥതലത്തിൽ ശ്രദ്ധിച്ച്, ഹെർമൻ ഹെസ്സയുടെ വളരെ ശ്രദ്ധേയമായൊരു നോവലാണ് സിദ്ധാർത്ഥ. ഗൗതമ ബുദ്ധൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണമാണ്. സിദ്ധാർത്ഥൻ ജീവിതത്തിൻ്റെ അർത്ഥം തിരിഞ്ഞ് അദ്ദേഹം അലയുകയാണ്. അങ്ങനെ അദ്ദേഹം അലയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യഥകൾ, അത് ശ്രദ്ധിക്കുവാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു നദിക്കരയിൽ ചെന്നു ഒരു കടത്തുകാരനെ, വള്ളത്തിൽ ആളുകളെ കടത്തുന്ന ഒരു കടത്തുകാരനെ കണ്ടു. സൂര്യാസ്തമയം മുതൽ രാവേറുന്നതുവരെ സിദ്ധാർത്ഥൻ തൻ്റെ കഥനകഥകൾ, ജീവിതത്തിൻ്റെ നിരാശകൾ, പ്രയാസങ്ങൾ ഈ കടത്തുകാരനോട് പറഞ്ഞു. കടത്തുകാരൻ നല്ലതുപോലെ സിദ്ധാർത്ഥനെ ശ്രദ്ധിച്ചു. സിദ്ധാർത്ഥൻ പറയുന്നു, അങ്ങ് എൻ്റെ ഗുരുവാണ്, ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോവുകയാണ്. കാരണം ഇതുവരെ ആരും ഇത്രയും ഭംഗിയായി എന്നെ ശ്രദ്ധിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ആർട്ട് ഓഫ് ലിസണിങ്, ശ്രദ്ധയെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് അവഗണനയാണ് ലോകത്തിൽ മുഴുവൻ. കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുവാൻ ആരുമില്ല. ചെറുപ്പക്കാരുടെ മനപ്രയാസങ്ങളും വേദനകളും ശ്രദ്ധിക്കുവാൻ ആരുമില്ല. പ്രായമായ മനുഷ്യർ, അവർ ശ്രദ്ധിക്കപ്പെടാതെ നരക യാതന അനുഭവിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് മറ്റ് മനുഷ്യരെ ശ്രദ്ധിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ഉപമ പഠിപ്പിക്കുന്ന ശ്രദ്ധയുടെ പ്രാധാന്യം, ദൈവവചനത്തെ നല്ല മണ്ണിൽ ശ്രദ്ധിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഈ ഉപമ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ അർത്ഥം. ഞാൻ അവസാനിപ്പിക്കട്ടെ. നല്ല നിലം, നല്ല ശ്രദ്ധ. എന്നാൽ ഈ ഉപമ പൂർത്തീകരിക്കുന്നത് നല്ല ഫലം. നല്ല ഫലം. ഇത് കേവലം നിലവും ശ്രദ്ധയും മാത്രമായി ക്രമീകരിക്കപ്പെട്ടാൽ ഉപമയുടെ പൂർണ്ണതയിലേക്ക് വരത്തില്ല. ഞാൻ സുറിയാനി പിതാക്കന്മാരുടെ മനോഹരമായൊരു വ്യാഖ്യാനത്തിലേക്ക് വരട്ടെ. അവിടെയാണ് ഈ ഉപമയുടെ അർത്ഥം യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നത്. കർത്താവ് അരുളി ചെയ്തു, ഞാൻ ജീവൻ്റെ അപ്പം എന്ന പാട്ട് ഏവൻഗേലിയോന് ശേഷം നാം ചൊല്ലുമല്ലോ. സമയപരിമിതിയിൽ ഞാൻ 1-2 വാക്കുകളെ, അതിലെ 1-2 ലൈൻ പറയാം. കർഷകനെ പോൽ ഗബ്രിയേൽ വിതച്ചു. പരിശുദ്ധനായ അപ്രയമാണ് ഈ ആശയം കൊണ്ടുവരുന്നത്. കർഷകനെ പോൽ ഗബ്രിയേൽ വിതച്ചു. നല്ല നിലം തുല്യം മറിയാം കൈക്കൊണ്ടാളുതരെ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യവും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം, പ്രത്യേകിച്ച് ഈ വേദഭാഗം പറയുന്ന ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാമത്തെ വാക്യവും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പിതാവായ അപ്രയും വിതയ്ക്കുന്നവൻ്റെ ഉപമ വ്യാഖ്യാനിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു നല്ല നിലം പരിശുദ്ധ ദൈവമാതാവാണ്. പരിശുദ്ധ ദൈവമാതാവാണ് നല്ല നിലം. തിരുവചനം ദൈവത്തിൻ്റെ വചനമാണ്, അവതരിച്ച വചനമാണ് യഥാർത്ഥത്തിൽ വിത്ത്. കർഷകൻ ഗബ്രിയേൽ മാലാഖയാണ്. ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ വിത്ത്
വഴിയരികെ വീണില്ല, പാറപ്പുറത്ത് വീണില്ല, മുള്ളിനിടയിൽ വീണില്ല. ഈ വിത്ത് ഒരുക്കപ്പെട്ട നല്ല നിലമാകുന്ന മറിയാമിൽ ഈ വിത്ത് സംഗ്രഹിക്കപ്പെട്ടു. ആ വിത്താണ് ലോകത്തിന് 30, 60, 100 മേനി വിളയുന്ന നല്ല ഫലമായ ജീവന്റെ അപ്പത്തെ ലോകത്തിന് നൽകിയത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, യഥാർത്ഥത്തിൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ അത് വലിയ പണ്ഡിതന്മാർക്ക് വ്യാഖ്യാന അർത്ഥതലത്തിൽ യുക്തിരഹിതമായി തോന്നേക്കാം. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും ഈ ഉപമയുടെ അർത്ഥം എത്ര മനോഹരം! നല്ല നിലം, നല്ല ശ്രദ്ധ, നല്ല ഫലം. യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസിയും, ആ വിശ്വാസിയുടെ ഹൃദയം, സുറിയാനി പിതാക്കന്മാർ പറയുന്ന മനോഹരമായൊരു തലമാണ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദി ഹാർട്ട്, ഹൃദയത്തിൻ്റെ ആധ്യാത്മികത. മറിയാം പറയുന്നു, എൻ്റെ ഉള്ളം, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. സഹോദരങ്ങളെ, പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ഞായറാഴ്ചകൾ ഇത് അവസാനിക്കുന്നു. ഇനിയും വാങ്ങിപ്പിൻ്റെ പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 1 മുതൽ 15 നോയമ്പാണല്ലോ വാങ്ങിപ്പിൻ്റെ പെരുന്നാളിൻ്റെ ഒരുക്കം. നല്ല നിലം, നല്ല കരുതൽ, നല്ല ശ്രദ്ധ, നല്ല ഫലം, ഇത് 3ൻ്റെയും മനോഹര ഉദാഹരണം പരിശുദ്ധ അമ്മയാണ്. അമ്മ നല്ല നിലത്തിൻ്റെ മാതൃക. വചനത്തെ ശ്രദ്ധയോടെ ജീവിതത്തിൽ പരിചരിച്ചതിൻ്റെ, ശ്രദ്ധയോടെ പരിരക്ഷിച്ചതിൻ്റെ ഉദാഹരണം അമ്മ. നല്ല ഫലം 30, 60, 100 മേനി ലോകത്തിന് ഫലം ആയി പുറപ്പെടുവിച്ച ജീവൻ്റെ അപ്പത്തെ പുറപ്പെടുവിച്ചത് അമ്മ. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളിലേക്ക് പ്രവേശിക്കാം. ഓരോ വിശ്വാസിയുടെയും ജീവിതം നല്ല നിലത്തിൻ്റെ, നല്ല ശ്രദ്ധയുടെ, നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ ശ്രേഷ്ഠ തലങ്ങളായി ഭവിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.